ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയെന്ന വാർത്തയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരികെ പോകുന്നതും ആ വാർത്തയിലേക്ക് തന്നെയാണ്. 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം 5 പേരാണ് ആ ഹൈഡ്രയിൽ 1.5 മണിക്കൂറായി കുടുങ്ങിക്കിടക്കുന്നത്. ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം 150 അടി ഉയരത്തിലാണ്. ഈ ഹൈഡ്രോളിക് പ്രഷർ കൊണ്ട് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അതിൻ്റെ സ്വിച്ചിൻ്റെ തകരാർ മൂലമാണ് അതങ്ങനെ സ്റ്റേബിളായി നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അത്രയും പ്രഷറോടുകൂടെ ആയിരിക്കും താഴേക്ക് വരുന്നത്. അപ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഞാൻ പറഞ്ഞതുപോലെ ഈ ഹൈഡ്രോളിക് ക്രെയിൻ തന്നെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്, പല അപകടങ്ങളും അപകട സാധ്യതകളും ഒക്കെ കണക്കിലെടുത്ത്. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം, അതുമായി സമാനമായ ഒരു സംവിധാനം നമ്മൾ വിനോദസഞ്ചാരത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഏറെ ചിന്തയും ലോകത്ത് പല ഭാഗത്ത് അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിട്ടുള്ള അപകട സാധ്യതകളും ഒക്കെ നോക്കിയതിന് ശേഷമല്ലേ സാധാരണ ചെയ്യുന്നത്. ഇതിൻ്റെ ഉടമകൾ ഇതൊരു സാഹസിക വിനോദസഞ്ചാരമെന്ന നില അല്ലെങ്കിൽ അതിനുപരിയായി ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? കൃഷ്ണ, തീർച്ചയായിട്ടും ഇതിൽ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഒരു ലൈസൻസ് അനിവാര്യമാണ്. കാരണം ഇത് സാഹസിക വിനോദത്തിൽ ഉൾപ്പെടുന്ന ഒരു പദ്ധതി തന്നെയാണ്. അതിന് കൃത്യമായിട്ട് അതിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ആ ലൈസൻസ് ഈ പദ്ധതിക്ക്, ഈ സംരംഭത്തിനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചായത്തിന്റെ ഒരു ലൈസൻസ് മാത്രമാണ് നിലവിൽ ഈ സംവിധാനത്തിനുള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ പഞ്ചായത്തിന്റെ ലൈസൻസ് നേടിയെടുത്തു എന്നുള്ള ഒരു ആരോപണം ആദ്യം മുതൽ തന്നെ ഈ നാട്ടിൽ ഉയർന്നിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. DTPCയുടെയോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസത്തിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈസൻസ് ഇതിനില്ല. അതിന് കൃത്യമായിട്ട് അത് വേണ്ടതാണ്. ആ ലൈസൻസ് ഇല്ലാതെയാണ് ഈ സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചിരുന്നത്. പഞ്ചായത്തിന്റെ ലൈസൻസ് കൊണ്ട് മാത്രമാണ്, അനുമതിയോടുകൂടി മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു അത് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വീഴ്ച വ്യക്തമാണ്. എന്തായാലും ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ 150 അടി ഉയരത്തിലാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറോളമായി അവരതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിൽ അവരെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള യാതൊരു സാഹചര്യവും അവിടെ തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ നടത്താൻ പോകുന്ന ഒരു സംവിധാനം, അതായത് മൂന്നാറിൽ നിന്നും അതുപോലെ അടിമാലിയിൽ നിന്നും ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തിയെങ്കിൽ മാത്രമേ ഇതിൽ ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുള്ള പ്രവർത്തികൾ നടക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇനി മറ്റേതെങ്കിലും ഒരു ഹൈഡ്ര കൊണ്ടുവരികയാണ് എങ്കിൽ അതുപയോഗിച്ച് ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഹൈഡ്ര താങ്ങി നിർത്തുകയും പിന്നീട് ഇതിന്റെ ഹൈഡ്രോളിക് പ്രഷർ റിലീസ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ആ ഹൈഡ്രോളിക് പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും അതുപോലെ തന്നെ അപകട സാധ്യതയും ഹൈഡ്രോളിക് പ്രഷർ റിലീസാകുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതയും അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അത് ചിലപ്പോൾ ആ റോപ്പ് പൂർണ്ണമായിട്ടും താഴേക്ക് റിലീസാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകളില്ല എങ്കിൽ അപകടത്തിന്റെ തീവ്രത കൂടുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സുരക്ഷയോടുകൂടി മാത്രമായിരിക്കും അത്തരമൊരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്യുകയുള്ളൂ. എന്തായാലും നിലവിൽ മറ്റൊരു ഹൈഡ്ര അവിടെ എത്തിച്ചിട്ടില്ല. മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ അങ്ങോട്ടേക്ക് കയറാൻ ഇവരെ റോപ്പിലൂടെ കെട്ടിയിറക്കാൻ വേണ്ടിയുള്ള ശ്രമവും അവിടെ നടക്കുന്നില്ല. നിലവിൽ ഈ ഹൈഡ്രോളിക് പ്രഷർ പൂർണ്ണമായിട്ടും റിലീസ് ആകാതിരിക്കാൻ വേണ്ടി, അതായത് സ്വിച്ച് കംപ്ലൈന്റ് ആണെങ്കിൽ പോലും ഈ ഹൈഡ്രോളിക് പ്രഷർ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇത് സ്വിച്ചിലും അതുപോലെ തന്നെ മറ്റു പ്രഷറുകളിലും നിൽക്കുന്നതാണ്. ഇതിന്റെ ഏതെങ്കിലും തരത്തിൽ സംവിധാനങ്ങൾ പെട്ടെന്ന് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇതിന്റെ ഹൈഡ്രോളിക് റിലീസിങ് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ഉയർത്തുന്ന സ്വിച്ച് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ റിലീസിങ്ങിനുള്ള, അതായത് ഈ ഹൈഡ്ര ഉയർന്നു നിൽക്കുന്ന ഹൈഡ്ര താഴത്തേക്ക് താഴ്ത്തുന്നതിന് വേണ്ടിയുള്ള സ്വിച്ചാണ് പ്രവർത്തനരഹിതമായിരിക്കുന്നത്. അതുകൊണ്ട് ആണ് നിലവിൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റക്ക്. അത് തന്നെയാണ് ഇതിനകത്തെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ആ സ്വിച്ച് സാങ്കേതിക തകരാർ മൂലം അത് സ്റ്റക്കായി പോയതാകാം. അപ്പോൾ അത് പെട്ടെന്ന് ചിലപ്പോൾ ശരിയാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണെങ്കിൽ അത് പെട്ടെന്നൊരു റിലീസിലേക്ക്, അതായത് നമ്മൾ അറിയാത്ത സമയത്തൊരു റിലീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയധികം ഉയരത്തിൽ നിന്ന് അത്രയധികം പ്രഷറിലായിരിക്കാം ഇത് താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായി താഴെ എന്ത് സംവിധാനമാണ്, അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ താഴെ എന്ത് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്? എനിക്ക് ആ ദൃശ്യത്തിൽ നിന്നൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
ഒരു സംവിധാനവും അവിടെ ഒരുക്കിയിട്ടില്ല. അത് പെട്ടെന്ന് റിലീസ് ആവുകയാണെങ്കിൽ താഴേക്ക് പതിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ അത് താഴേക്ക് പതിക്കുകയാണ് എങ്കിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു തരത്തിലുള്ള നടപടിയും അവിടെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവിടെയുള്ള ആളുകൾ പറയുന്നത് നിലവിൽ അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ആശങ്ക ആ കുടുങ്ങിക്കിടക്കുന്നവർക്കുണ്ട്, കണ്ടു നിൽക്കുന്ന നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.